ആശാ വർക്കേഴ്സിന്റെ സമരത്തെ തള്ളി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തെന്നും ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്തെഴുതി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3 തവണയും നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരുമായി 2 തവണയും നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് തൊഴിൽ മന്ത്രിയുമായി ആശാ വർക്കേഴ്സ് കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ച തൃപ്തികരമെന്നായിരുന്നു ആശമാരുടെ ആദ്യ പ്രതികരണം. എന്നാൽ സമരത്തെ മന്ത്രി വി ശിവൻകുട്ടി പൂർണ്ണമായും തള്ളി. അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി. 5 പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി, 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി. ഇത്രയധികം ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അവകാശങ്ങൾ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്നും മന്ത്രിയുടെ നിലപാട് സമരക്കാരെ അവഹേളിക്കാനെന്നും ആശാ വർക്കേഴ്സ്. കമ്മിറ്റി വെച്ചിട്ട് എന്ത് പഠിക്കാനാണ്? ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കാം. പക്ഷെ അതിന് 3 മാസത്തെയോ 1 മാസത്തെയോ പോലും സാവകാശത്തിൽ വേണ്ട. കാരണം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് 2 മാസം കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതൊന്ന് ക്രോഡീകരിച്ച് ഇറക്കുക എന്നുള്ളത് മാത്രമേ ഇനി സർക്കാരിന്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്തയച്ചു. സമരത്തിന് പിന്നിൽ വിമോചന സമരക്കാരാണെന്ന പരാമർശം വേദനിപ്പിച്ചെന്നും കത്തിലുണ്ട്. ഈ മാസം 12-ന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസംഗമം അടക്കം നടത്തി സമരം ശക്തിപ്പെടുത്താനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.